അങ്ങനെ ഞാൻ അവരെ വിളിച്ചു. പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഒരുപാട് പ്രോഗ്രാമുകൾ ഈ സമയത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മോഹൻലാലിനെ പോലെ ഒരാളെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഞാൻ എങ്ങനെ പ്രോഗ്രാമിനായി പോകുന്നത് ശരിയാകുമോ? ആദ്യം നിർമ്മാതാവ് തീരുമാനിക്കണം. നല്ല നഷ്ടം വരുമെന്ന് പറഞ്ഞു. എല്ലാം തുറന്നു പറയുന്ന ഒരാളാണ്. നല്ല നഷ്ടം വരും. എനിക്കിടയിൽ മദ്രാസിൽ പോയി പ്രോഗ്രാം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അംബാനിയുടെ പ്രോഗ്രാം എല്ലാം ഉണ്ട്. അതെല്ലാം ഷൂട്ടിങ്ങിന്റെ ഇടയിലാണ്. വളരെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് ആലോചിച്ചിട്ട് തീരുമാനിച്ചാലോ എന്ന് ചോദിച്ചു. ആലോചിക്കുന്നതിന് മുമ്പ് ഇതിന്റെ കഥയൊന്ന് കേൾക്ക് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അവർ എന്നെ വിളിച്ചു. കഥ കൊള്ളാം, നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ ഡേറ്റുകൾ എനിക്ക് അയച്ചതാ, അതിനനുസരിച്ച് ഞാൻ തരുണിനോട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ കമ്മിറ്റ് ചെയ്തതും വന്ന് അഭിനയിക്കുന്നതും. അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഭാഗ്യമായി മാറി.